ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെ ആകാശത്ത് വെച്ച് തകർത്ത യുഎഇയുടെ മിസൈൽ പ്രതിരോധ കവചം. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണ ശ്രമത്തിന് പിന്നാലെ രാജ്യത്തുടനീളം നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പബ്ലിക് അലർട്ട് പ്രഖ്യാപിച്ചു. ദുബായ്, ഷാർജ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് റിപ്പോർട്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ ഭീഷണിയോട് പ്രതികരിക്കുകയാണ്. എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരുകയെന്നാണ് NCEMA എക്സിലൂടെ അറിയിച്ചത്. മിസൈലുകൾ തകർക്കുമ്പോൾ വീഴുന്ന അവശിഷ്ടങ്ങൾ സ്പർശിക്കാനോ ഫോട്ടോ എടുക്കാനോ പാടില്ലെന്ന് അധികൃതർ പൊതുജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി. ഇത്തരം വസ്തുക്കൾ കണ്ടാൽ ഉടൻ 999 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ഫെബ്രുവരി 28-ന് ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണമാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതിന് പിന്നാലെയാണ് UAE ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചത്. ഏപ്രിൽ 8-ന് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇറാൻ ആക്രമണം തുടങ്ങിയത് മുതൽ 549 മിസൈലുകളാണ് ഇതുവരെ UAE വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തത്. ഇതിൽ 29 എണ്ണം ക്രൂയിസ് മിസൈലുകളാണ്. ഇതിനൊപ്പം 2260 ഡ്രോണുകളും UAE പ്രതിരോധ സംവിധാനം തകർത്തു. കഴിഞ്ഞ ദിവസം മാത്രം 12 ബാലിസ്റ്റിക് മിസൈലുകളും 4 ഡ്രോണുകളുമാണ് ഇറാൻ വിക്ഷേപിച്ചത്. ഫുജറയിൽ ഇൻഡസ്ട്രി സോണിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇറാൻ നടത്തുന്നതെന്നും തിരിച്ചടിക്കാൻ രാജ്യത്തിന് അവകാശമുണ്ടെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി രാജ്യത്തെ സ്കൂളുകൾക്കും സർവകലാശാലകൾക്കും വെള്ളിയാഴ്ച വരെ ഓൺലൈൻ ക്ലാസുകൾ പ്രഖ്യാപിച്ചിരുന്നു. സാഹചര്യം വിലയിരുത്തിയ ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും UAE അധികൃതർ അറിയിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും സംഘർഷം കനക്കുകയാണ്. ഇറാനിലെ ക്യുഷം ദ്വീപിലും ബദർ അബ്ബാസിലുമുള്ള സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US സെൻട്രൽ കമാൻഡ് വ്യാഴാഴ്ച വ്യോമാക്രമണം നടത്തിയതായി മുതിർന്ന US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ 7-ന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുണ്ടായ ആദ്യ ഏറ്റുമുട്ടലാണിത്. ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇറാൻ ഉപയോഗിക്കുന്ന സൈനിക സൗകര്യങ്ങളെയാണ് ലക്ഷ്യം വെച്ചതെന്നും ഇത് പ്രതിരോധപരമായ നീക്കമാണെന്നും അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി. തങ്ങൾ സംഘർഷം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ഇറാനിയൻ ആക്രമണങ്ങൾക്കുള്ള നേരിട്ടുള്ള മറുപടിയാണിതെന്നും US സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കൻ സൈന്യത്തിനെതിരെ ഇറാൻ വെടിയുതിർത്തതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ സൈനിക നീക്കത്തെ സ്നേഹപൂർവ്വമുള്ള ആക്രമണമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാൻ പ്രകോപനം തുടരുകയാണെങ്കിൽ ഇതിലും ശക്തമായി തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത്രയും വേഗം സമാധാന കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇതിലും വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഈ ആക്രമണ യുദ്ധത്തിന്റെ പുനരാരംഭമോ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമോ അല്ലെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. സമാധാന കരാറിൽ ഉടൻ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള ഗൗരവകരമായ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ഇപ്പോഴും തീരുമാനത്തിലെത്തിയിട്ടില്ല. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലുണ്ടായ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ഇറാന്റെ തെക്കൻ തുറമുഖ നഗരങ്ങളായ ബദർ അബ്ബാസിലും കേഷം ദ്വീപിലും അമേരിക്കൻ സൈന്യം ആക്രമണം തുടരുകയാണ്. ഇറാനിയൻ എണ്ണ തുറമുഖ സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കമെങ്കിലും ഇത് വെടിനിർത്തലിന്റെ ലംഘനമോ പൂർണ്ണമായ യുദ്ധത്തിന്റെ പുനരാരംഭമോ അല്ലെന്ന് അധികൃതരും വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണ് അമേരിക്ക പ്രതികാര നടപടി സ്വീകരിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് അമേരിക്ക പ്രതികാര നടപടികൾ സ്വീകരിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാനിയൻ ബോട്ടുകൾ അമേരിക്കൻ ഡിസ്ട്രോയറുകളെ തടയാൻ ശ്രമിച്ചെങ്കിലും അമേരിക്കൻ നാവികസേന ഇത് പരാജയപ്പെടുത്തി. ഈ ഏറ്റുമുട്ടലിൽ അമേരിക്ക കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും എന്നാൽ ഇറാനിയൻ ബോട്ടുകൾ തകർക്കപ്പെട്ടതായും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. UAE ഫുജൈറ തുറമുഖത്തിന് നേരെ ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇറാനിയൻ മണ്ണിലെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.